ഇന്ന് മുതൽ ദൃശ്യം 3 സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു. കളക്ഷൻ കുറയുന്നതിനേക്കാൾ ഉപരി അവരുടെ നഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൃശ്യം 3 കളിച്ചു വരുന്ന തിയേറ്ററിലെ പല തിയേറ്ററുകളും ഷോ നിർത്തിവെച്ചിട്ട് അവിടെ കയറിയത് ഏതാണ്? നമ്മുടെ അർജുൻ്റെ ബ്ലാസ്റ്റ് സിനിമ ഇപ്പോൾ ആകെ കേരളത്തിൽ വളരെ തുച്ഛമായുള്ള തിയേറ്ററിലാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ അത് വൈൽഡ് റിലീസാവണം. ഇവിടെ മെഗാ ഹിറ്റാവണം. തമിഴ്നാട്ടിൽ ഹിറ്റ്, ആന്ധ്രാപ്രദേശിൽ ഹിറ്റ്, കർണാടകത്തിലെ ഹിറ്റ്, എല്ലാ സ്ഥലത്തും ഹിറ്റാണ്. ആ കരോട്ട കുടുംബം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യത്തിനെ തകിട്ട് പൊടിയാക്കി എന്ന് പറയാം. നമ്മുടെ കാട്ടാളം വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു, ഇതും കൂടി വന്നതോടുകൂടിയിട്ട് തകിട്ട് പൊടിയായി. നമ്മുടെ പ്രേക്ഷകരെ അങ്ങനെ ഊപിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ തിന്നോട്ടെ, ഇത് തിന്നാൽ ദഹിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോജിക്കില്ലാത്ത സിനിമയാണ്, ഒട്ടും ലോജിക്കില്ലാത്ത സിനിമയാണ്. ഈ സിനിമയുടെ ദൃശ്യം 3യുടെ കഥ എഴുതി നോക്കുന്നത് ആരാണ്? നമ്മുടെ ജിത്തു എന്ന് പറയണത്. പക്ഷേ ജിത്തു അല്ല, ജിത്തുവിൻ്റെ കൂടെ ഇരുന്ന് എഴുതി പിടിപ്പിച്ച് എത്രയും പെട്ടെന്ന് പണം വാരാനും കാശുണ്ടാക്കാനും ആൾക്കാരെ പറ്റിക്കാനും വേണ്ടിയിട്ട്, ഈ പെരുന്നാൾ സമയത്ത് ആൾക്കാരെ പറ്റിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ഇപ്പോൾ കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആ ആൻ്റണി പെരുമ്പാവൂരാണ് ഇതിൻ്റെ കഥ എഴുതിയത്. അതുകൊണ്ട് ഈ തീട്ടപ്പടം നമ്മുടെ ദൃശ്യം 2-1 അതുമ്പോൾ നിർത്തേണ്ടായിരുന്നു. വെറുതെ ഈ 3 എടുത്തിട്ട് ഇങ്ങനെ നാണം കെടുത്തേണ്ട കാര്യമില്ല. കാശിന് ആക്രാന്തം കൂടിയിട്ട് ആണ് ഈ ഒരു സിനിമ 3 തല്ലിക്കൂട്ടിയെടുത്താണ്. എന്നാൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ഒന്നിനേക്കാളും രണ്ടിനേക്കാളും മേലെ നിൽക്കുന്ന രീതിയിൽ ചെയ്യേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാണ്ടിരിക്കുക. 1ഉം 2ഉം നമ്മൾ എന്നും ആലോചിക്കും, നല്ല രീതിയിൽ അതിനെന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു ദൃശ്യം 3. പല മോഹൻലാൽ ഫാൻസുകാർക്കും അന്തം ഫാൻസുകാർക്കും ഇത് പറയുമ്പോൾ ദഹിക്കില്ല. നിങ്ങൾ ഈ വെറുതെ ഈ തൊണ്ട തൊടാണ്ടൊന്നും വിഴുങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ നല്ലതിനും പൊട്ടേനും പറഞ്ഞ് പഠിക്കണം. അതാണ് ശരിക്ക് മോഹൻലാൽ ഫാൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ലോജിക്ക്, ഒരു സിനിമയ്ക്ക് ലോജിക്ക് വേണം. ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാനായിട്ട് ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. ഈ ബ്ലാസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ അതിന് ലോജിക്കുണ്ട്. ആ കഥയ്ക്ക് നല്ല ലോജിക്കുണ്ട്. അത് കണ്ടിരിക്കാൻ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ദൃശ്യം 3 1ഉം 2ഉം നമ്മൾ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതേപോലെ അത് ആ ഒരു രസം, അതിനോടുള്ള ഒരു ആത്മാർത്ഥതയും, അതിനെ ഈ തീട്ടപ്പടം, കൂതറപ്പടം, ചെറ്റപ്പടം, അപരാധ പടം എന്നൊക്കെ നമ്മൾ ഈ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ ലോജിക്കില്ലായ്മയാണ്. ഇതിൻ്റെ ലോജിക്കില്ലായ്മയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓരോന്ന് ചിലപ്പോൾ എണ്ണി നോക്കേണ്ടി വരും. ഇതിൻ്റെ എഴുത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിന് ആക്രാന്തം കൂടി, അതുപോലെ തന്നെ എഴുത്ത് നാശകോശമായി. അഞ്ജുവിനെ കല്യാണം കഴിക്കാനായിട്ട് ദുബായിലപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരന് എന്തോ ബിസിനസ്സിൽ പ്രോബ്ലം വന്നു. അവിടേക്ക് നമ്മുടെ സിദ്ദിഖിൻ്റെ കഥാപാത്രം വില്ലനായിട്ട് കടന്നു ചെല്ലുന്നു. അങ്ങനെ കല്യാണം ആലോചിക്കാനായിട്ട് ഇവിടേക്ക് വിടുന്നു. അതിന് അഞ്ജുവിൻ്റെ പിന്നെ ഈ ഒരു കല്യാണം മാത്രമാണ് ഇതിലുള്ളൊരു ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. അഞ്ജുവിൻ്റെ കല്യാണം മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അഞ്ജുവിനെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് രക്തം തെളിക്കുന്ന ഒരു സംഭവമുണ്ട് ക്വാർട്ടേഴ്സിൽ ആദ്യ രാത്രിയിൽ. അപ്പോൾ അതെന്ത് മണ്ടത്തരാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ രക്തം തെളിയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫോറൻസിക് വിദഗ്ധരുടെ ചെക്കിങ്ങിൽ ഇതൊക്കെ പൊളിയില്ലേ? അല്ലെങ്കിൽ അഞ്ജുവിൻ്റെ രക്തം എടുക്കുന്നത് കാണിക്കണം. അത് കാണിച്ചിട്ടുമില്ല. അത് കാണിക്കാണ്ട് എവിടെ നിന്നൊക്കെയോ കുറച്ച് വ്യാജ രക്തം കൊണ്ടുവന്ന് തെളിക്കുന്നുണ്ട്. പിന്നെ ആ റിസോർട്ടിൻ്റെ ഭാഗത്തും അവിടെയൊക്കെ നിങ്ങൾക്ക് CCTV ക്യാമറ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. ആ റിസോർട്ടിൽ CC ക്യാമറ ഇറങ്ങാത്ത കാലത്താണ് അവിടെ ഈ അംഗങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു മണ്ടൻ ആൾക്ക് അതൊക്കെ പറ്റുള്ളൂ. ഒരു തലയിൽ ഒരു വിവരമില്ലാത്തവന് മാത്രം ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അഞ്ജുവിൻ്റെ ഭർത്താവിനെ കൊന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്ന് കുഴിച്ചിടാനായിട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിൻ്റെ പറമ്പിൽ ഒരു മൂലയിൽ വലിയൊരു ആനേനെ കുഴിച്ചിടാളൊരു കുഴി കുത്തി നോക്കണം. അത് ജോർജ് കുട്ടി കണ്ടു. ജോർജ് കുട്ടി കണ്ടോട് കൂടിയിട്ട് എന്തുണ്ടായി? ജോർജ് കുട്ടി അത് മൂടി. അപ്പോൾ ആ മൂടണ സംഭവം അവിടെ എന്തുണ്ടായി? സഹദേവൻ നിന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ എന്തുണ്ടാവണ്? നമ്മുടെ അഞ്ജുവിൻ്റെ ഭർത്താവിനെ കൊന്നിട്ട് ഈ കുഴിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് അത് മൂടുന്നത് ശരിക്ക് എടുത്ത് ഒരു വീഡിയോയ്ക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് തെളിവായി കൊടുത്തിട്ട് ജോർജ് കുട്ടീനെ അകത്താക്കുമല്ലോ. ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയം അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് അതിൽ കാണും. അതൊരു IT പോലീസുകാർക്ക് നിഷ്പ്രയാസം തെളിയിക്കാവുന്ന കാര്യമുള്ളൂ. ഇയാൾ എന്ത് മണ്ടന, ഇയാൾ റിട്ടയർഡ് പോലീസുകാരൻ. അപ്പോൾ ഇതും ലോജിക്കില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ സിദ്ദിഖിൻ്റെ പ്ലാൻ 2 വർഷത്തെ പ്ലാനാണ് മൂപ്പർ കൊണ്ട് നടക്കുന്നത്. ഈ 2 വർഷത്തെ പ്ലാൻ പൊളിയാനായിട്ട് നിമിഷ നേരം മതി. വിദേശത്തേക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ പൊളിഞ്ഞില്ല. ഒരു പൊട്ടാ പ്ലാനാണത്.
ഒരു കാമ്പുമില്ല, ഒരു വസ്തുവില്ല, ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. അങ്ങനത്തെ ഒരു പ്ലാൻ, പൊളിയനെ ഒരു പ്ലാൻ വെച്ചിട്ട് ഇതാണ് ആദ്യം തൊട്ട് അവസാനം വരെ കൊണ്ടുവന്നുള്ള ഒരു കാര്യം. പിന്നെ ജോർജ് കുട്ടി ഒരിക്കലും വീട്ടിൽ നടന്ന സംഭവം ഒരു സിനിമയാക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം അത് സിനിമയാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് ജോർജ് കുട്ടി നിൽക്കില്ല. ജോർജ് കുട്ടീനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിച്ചറിയാണ്ടിരിക്കാൻ ഒതുങ്ങി ജീവിക്കുന്നതാണ് ഒരു കുടുംബം. അത് സിനിമയാക്കി വലിയ സിനിമ പ്രൊഡ്യൂസറായി ഈ കഥയിൽ അങ്ങനെ സിനിമയാക്കി ആക്കണതും അത് റിലീസ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ലാത്ത സംഭവമാണ് ഇത് കാണിച്ചു വെച്ചോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ജുവിനെ എന്ത് പ്രാന്താന്നായി പറയണത്? അഞ്ജുവിന് പ്രാന്താന്ന് പറയേണ്ടത് ഒരു നമ്മുടെ അഞ്ജുവിനെ നോക്കി വരുന്ന ഡോക്ടറെ അടുത്ത് ഇവൾക്ക് പ്രാന്താന്ന് പറഞ്ഞ് എഴുതി ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കോടതിയെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചുക്കുണ്ടാവുന്ന പറയണത്? ഒരു പുറത്തുള്ള ഒരു ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഏത് കോടതിയാണ് ഇത് പ്രാന്തനാന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കുക? ഇല്ല. ആ ജഡ്ജി പറയുന്ന ഒരു മെഡിക്കൽ ബോർഡ് ഗവൺമെൻറ് നിശ്ചയിച്ച ഗവൺമെൻറ് ഡോക്ടർമാർ അടങ്ങിയ ഒരു പാനലാണ് അത് പരിശോധിക്കുക. ആ പാനൽ പരിശോധിച്ചാൽ അവൾക്ക് ഭ്രാന്തില്ലാന്ന് മനസ്സിലാവും. അപ്പോൾ നിഷ്പ്രയാസം കഥ മൊത്തം പൊളിഞ്ഞില്ലേ? ഇതൊക്കെ എന്ത് വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ്റെ അടുത്ത് മണ്ടനാന്ന് നോക്കിയേ ജിത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എങ്ങനെയൊക്കെ ഈ പടം റിലീസായിട്ട് കാശ് അടിച്ചു മാറ്റുക, പ്രേക്ഷകരെ കാശ് അടിച്ചു മാറ്റുക, ഓപ്പോഷൻ ഇല്ലാണ്ട് അടിച്ചു മാറ്റുക. ഇപ്പോൾ ഓപ്പോഷൻ വന്നതോട് കൂടിയിട്ട് ആ പരിപാടി അങ്ങോട്ട് പോയി. പിന്നെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് നമ്മുടെ സിദ്ദിഖാണ്. സിദ്ദിഖ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നും രണ്ടും കണ്ട ആൾക്കാർ ഒരാൾ പോലും ചിന്തിക്കില്ല. അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്. ആ മനുഷ്യൻ എപ്പം ഇങ്ങനെ തീവ്രവാദിയായി എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശാചരത്ത് ആ വേഷം ചെയ്തിരുന്നെങ്കിൽ, ഈ വില്ലത്തരം മുഴുവൻ അവൾ ചെയ്തിരുന്നെങ്കിൽ, എന്നാലും ഇങ്ങനെ ഒരു പൊട്ട പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ഉള്ളത്? പിന്നെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിൽ സിനിമ വേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോർജ് കുട്ടി എല്ലാം ഏറ്റുപറഞ്ഞ് ഒരു തെളിവില്ലാത്തൊരു കേസിന് നമ്മളാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തണം. എന്നാൽ പിന്നെ ആദ്യമേ കുറ്റസമ്മതം നടത്താമെന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഏത് അറ്റം വരെ പോകുന്നുള്ളതും എല്ലാ സീസണിലും പറഞ്ഞിട്ടുള്ളതാണ്. അതന്നെ ഈ സീസണിലും പറയണത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് ഇയാൾ ഈ പങ്കപ്പാടൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ഈ ജോർജ് കുട്ടി എന്തുണ്ടായി? എന്നെ അറസ്റ്റ് ചെയ്തോളൂ, എന്നെ 5 കൊല്ലം ജയിലിലിട്ടോളൂ, ഞാനെടുത്തൊക്കെ ചെയ്ത് അസ്ഥി പോലും ആസിറ്റ് ഒഴിച്ച് ഉരുക്കി കളഞ്ഞൊരു കേസ്, ഒരു തെളിവില്ലാത്തൊരു കേസ്. ഇപ്പോൾ ഈ പറയണ തെളിവുകളെല്ലാം നിഷ്പ്രയാസം കോടതിയിൽ നിന്ന് ഊരിപ്പോരാവുന്ന തെളിവാണ്. അങ്ങനെ ഒരു തെളിവില്ലാണ്ട് മാനസാന്തരം വന്നു ജോർജ് കുട്ടിക്ക്. ഇനി എൻ്റെ മക്കൾ എന്നെ ക്രിമിനലായി കൂട്ടുമോ, എന്നെ വലിയൊരു രാക്ഷസനായി കാണുമോ എന്നൊക്കെ വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ക്രിമിനലാവാൻ പാടില്ല, ഞാനിതാ കീഴടങ്ങുന്നു. അപ്പോൾ മക്കളെയും കുടുംബവും രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഈ ജോർജ് കുട്ടി എന്ത് വിഡ്ഢിത്തരാണ് ഈ കാണിച്ചത്? ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ജോർജ് കുട്ടി അവസാനം ജയിലിൽ പോണതാണ്. അതിൻ്റെ ആവശ്യമില്ല. ജോർജ് കുട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ ജയിലിൽ പോകരുത്. ഈ കേസ് അന്വേഷണക്കാരെ അന്വേഷിക്കുന്നവരെയും ഇതുപോലെ പിടിക്കാൻ നടക്കുന്നവരും ഒക്കെ അടിച്ചു ഓടിക്കുക വേണ്ടത്. അപ്പോൾ പിന്നെ സഹദേവൻ ഒരു മോള് പൊട്ടി ജനിപ്പിച്ച് വരുന്നുണ്ട്, ഒരു ബക്കറ്റും കൈപിടിച്ച് ഒരു വഴി കൂടെ കൊണ്ട് പോയി കുറച്ച് കേസൊക്കെ അന്വേഷിച്ചിട്ട് അതിനേക്കാളും വൃത്തികേട് ഒരു കഥാപാത്രം കൊണ്ടുവന്ന ആ കഥാപാത്രത്തിന് ഒരു ജീവൻ വേണം. ആ ജീവൻ വേണമെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ അവസാനം വരെ അത് കൊണ്ടുപോകണം. പകുതിക്ക് വെച്ച് തട്ടിക്കളഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ അസ്ഥി അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഒരു ലാബിൽ നിന്ന് കൊണ്ടുവരുന്ന അവിടുന്ന് ആളെ അറിയാണ്ടായിരിക്കാം എന്നാലും കൊണ്ടുവന്നു. ആ കുടുംബത്തിന് ഒന്നും ചെയ്തില്ല. അപ്പുറത്താണെന്നുണ്ടെങ്കിലോ കുഴിവെട്ടുകാരന് വീട് പണിത് കൊടുത്തു, അതുപോലെ തന്നെ മകളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, അവന് സ്ഥലം മേടിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്തു. പക്ഷേ ആ മറ്റേ കുടുംബത്തിൻ്റെ അവൻ്റെ ജോലിയും പോയി 2 ആങ്ങളും വഴിയാതാരായി, ഭാര്യയും കഷ്ടപ്പെടുകയായി, അവിടെ കുടിക്കാനായിട്ട് ഇപ്പോൾ കഞ്ഞിയില്ലാണ്ടിരിക്കുന്ന വീട്. അപ്പോൾ സിനിമയിലൊരു ചാൻസ്, പോലീസുകാരൻ്റെ ഒരു ചാൻസും കൊടുത്തിട്ട് അയാളെയും പറ്റിച്ചു. എന്നിട്ട് ഈ മകളെ കല്യാണം മുടക്കലാണ് മൂപ്പര് ഏറ്റവും വലിയ ഹോബി. ഈ കല്യാണം മുടക്കി കഴിഞ്ഞാൽ ജോർജ് കുട്ടിയോടുള്ള പക തീർന്നു അദ്ദേഹത്തിന്. അപ്പോൾ അത് കല്യാണം മുടക്കിയത് ആരാന്ന് അറിഞ്ഞിട്ട് ജോർജ് കുട്ടി തീപ്പന്തം പോലെ ഒരു വരവുണ്ട് ആ വീട്ടിൽ. അവിടെ വന്ന് അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, സൗമ്യനാ കഥാപാത്രം ചെയ്ത്, അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 4 തെറി കേട്ടപ്പോൾ ജോർജ് കുട്ടിക്ക് സമാധാനമായി. അപ്പോൾ ഇയാൾക്ക് എന്താ ഒരു സഹായം ചെയ്തു കൊടുക്കാഞ്ഞത്? പിന്നെ ഇയാൾ എന്തിനാണ് മറുഭാഗം ചേർന്ന് പ്രഭാകരൻ്റെ കൂടെ ചേർന്ന്, സിദ്ദിഖിൻ്റെ കൂടെ പ്രഭാകരൻ അങ്ങനെ കൂടെ ചേർന്നിട്ട് ഈ വക അംഗത്തുകെട്ടിന് ഈ കല്യാണം മുടക്കാനായിട്ട് കൂട്ടുനിന്ന് എന്നുള്ളതിന് ഒരു ചോദ്യം ഒന്ന് വിചാരിക്കട്ടെ. ആരും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമില്ല ഒന്നിനും. അപ്പോൾ
മലയാളികളെ പറ്റിച്ച്, മലയാളി പ്രേക്ഷകരെ പറ്റിച്ച് ദൃശ്യം 3 എന്നുള്ള പേരും പറഞ്ഞ് കുറേ കാശ് ഊമ്പിച്ച് പറ്റിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി, ലക്ഷങ്ങളും കോടികളും. അപ്പോൾ അതുകൊണ്ട് 200 കോടിയാലും 300 കോടിയാലും 500 കോടിയിൽ കയറിയാൽ തന്നെ ദൃശ്യം പരമ്പരയിലത്തെ ഏറ്റവും തീട്ടപ്പടം ദൃശ്യം 3 ആണ്. അതിൽ പറയാതിരിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങളിനി ഫോറെന്ന് പറഞ്ഞിട്ട് കേരള ജനതകളെ പറ്റിക്കാനായിട്ട് വരരുത്. നമ്മുടെ പെരുമ്പാവൂർ ഇപ്പോൾ പേനെടുത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദയവ് ഇത് ആ പേനയിലത്തെ മഷി തീർന്നു പോട്ടെ. മൂപ്പർക്ക് ഈ ദൃശ്യം 3 വരെയുള്ള എല്ലാ കഥയുള്ള മനസ്സിൽ നിന്ന് മറിഞ്ഞു പോട്ടെ. ഇത് നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കണ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞുള്ള പടം വന്നോട് കൂടിയിട്ട് എല്ലാ പൂത്തിരി കത്തിക്കലും തേവും. ഇത്രയേ ഉള്ളൂ പറയാം.